ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ഒരു തുളസി പൊടിച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് വഴക്കിയിട്ടേ ഉള്ളൂ. വാവ നല്ല ഉറക്കാന്ന്. അപ്പോൾ ഒരു കറ്റാർ വാഴേൻ്റെ തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നടാമെന്ന് വെച്ചിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരേ. കണ്ടില്ലേ, ഇനി ഇതൊക്കെ ഇവിടെ വലിച്ചു കൂട്ടിയതാ. അത്രയും ഭാഗം വഴക്കിയിട്ടുണ്ട്. അടക്കണ്ട കൂട്ടിയിട്ട് ഒരുപാട് വഴക്കി. അപ്പോൾ ഇന്ന് വന്നപാട് തന്നെ മോളെ ഉറക്കിയിട്ട് അപ്പാട് വഴക്കാനാണ് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ ഏകദേശം ഈ ഭാഗം ഇങ്ങനെ ക്ലിയറായി. എനിക്ക് കുറച്ച് മുകളിലോട്ടുണ്ട്. അവിടെ കണ്ട നമ്മളൊരു കുറച്ച് കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 9 പേരുടെ അത്രയേ ഉള്ളൂ. ആ കപ്പയുണ്ട് അവിടെ. പിന്നെ ചെറിയൊരു വാഴ ഉണ്ട്, ചെറിയൊരു കൊല അതിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കറ്റാർ വാഴ നടാട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെയും മിഞ്ഞാന്നും കൂടെ 2 ദിവസം കൂടെ നിറച്ച് വെച്ച മണ്ണാണ് കേട്ടോ ഇത്. അപ്പോൾ അതിലൊന്നിൻ്റെ അകത്ത് നമുക്ക് ഇത് നട്ട് കൊടുക്കാം. പിന്നെ ആയിട്ട് ലീവുള്ള ദിവസം പോയിട്ട് പച്ചക്കറി തൈ വാങ്ങിയിട്ട് നടണം. അപ്പോൾ ഇത് നടാട്ടോ. അപ്പോൾ ഇതാ ഒരു കവറിൽ നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഇവിടെ നല്ല തണൽ തന്നെയാണ് കേട്ടോ. ഒരു കവറിൽ നമ്മൾ കറ്റാർ വാഴ നട്ടിട്ടുണ്ട്. ബാക്കിയാവുന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഇത്ര കവറുണ്ട്. അതിൽ നമുക്ക് എന്തെങ്കിലും പച്ചക്കറി എന്തെങ്കിലും ഇതേപോലെ കിട്ടും. കരിങ്ങാലിൻ്റെ വെള്ളത്തിൻ്റെ പൊടിയാട്ടോ. അപ്പോൾ വെള്ളം വെക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് പയറും ഇട്ട് കഞ്ഞി വെക്കണം. എനക്കൊന്ന് ഏത് ദിവസമോ എന്ന് വെച്ചാൽ പിന്നെ ഇവിടുന്ന് കുന്നും കീഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാൻ. അപ്പോൾ 2 വട്ടം പോയിട്ടും വരുത്തുന്ന നടക്കൂലല്ലോ. അപ്പോൾ ഇവിടുന്ന് തന്നെ വെക്കുക ചെയ്യാറ്. കാരണം പണിക്കാർക്ക് കൊണ്ടുവന്നതിൻ്റെ കുറച്ച് സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ പണിസ്ഥലത്തെ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ കുറച്ച് കഞ്ഞി വെച്ച് കുടിച്ച് നമ്മൾ വൈകിട്ടാട്ടോ അങ്ങോട്ടേക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് പണി ഇങ്ങനെ ദിവസം എടുക്കാറുണ്ട്. ഇനി കുറച്ച് പയർ കഞ്ഞിയൊക്കെ വെക്കട്ടെ. പയർ കഞ്ഞി വെക്കുന്നതിന് മുന്നേ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ വറവാക്കണം. അപ്പോൾ കുക്കറിലാകുമ്പോൾ ഒരു വിസിലടിച്ചാൽ വേഗം ആവുമല്ലോ. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് മുറിച്ചിട്ടിട്ട് എടുത്തിട്ടാട്ടോ വന്നത്. എന്നുവെച്ചാൽ പയർ കഞ്ഞി മാത്രമാകുമ്പോൾ ഇതിൻ്റെ അടുക്ക് ഒരു ബീട്രൂട്ടും ക്യാരറ്റും. പിന്നെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് നീതൂസിന് പിന്നെ അധികം ക്യാരറ്റും ബീട്രൂട്ടും കൂടെ വറവാക്കിയിട്ട് വേവിച്ചിട്ടൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ കഞ്ഞീൻ്റെ കൂടെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ആക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് വറവിന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതായിട്ട് അത് ഒഴിച്ചിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് കുറച്ച് പയർ കഞ്ഞിക്ക് വെക്കാൻ. അപ്പോൾ വറവാവട്ടെ. അപ്പോൾ നമ്മളെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പയർ കഞ്ഞി അടുപ്പത്ത് വെക്കാം കേട്ടോ. കണ്ടില്ലേ, കുറച്ച് അരി ഇട്ടിട്ടുണ്ട് കുക്കറിൽ. കുറച്ച് പയറും കൂടി ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ, കുറച്ച് പയറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാവേൻ്റെ ഈ കുഞ്ഞ് ഗ്ലാസ്സിലാട്ടോ. അരിയും പയറൂടെ നമുക്ക് രണ്ടാക്കും വേണ്ടുന്ന കുടിക്കാനുണ്ടാവും. എന്നാലും ബാക്കിയായിരിക്കും. പിന്നെ അത്രേ വെക്കാറുള്ളൂ. എന്ന് വെച്ചാൽ പിന്നെ പയർ കഞ്ഞിയല്ലേ, നല്ലതല്ലേ. പിന്നെ ഞാൻ കുറച്ച് വെയിറ്റൊക്കെ കുറക്കണമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പണിയൊക്കെ എടുത്ത് കുറച്ച് പയർ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ തന്നെ കുറേ വെയിറ്റ് ഇപ്പം തന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് വരാം കേട്ടോ. ഇതാ പയർ കഞ്ഞിൽ വെള്ളമെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ആക്കാം. അപ്പോൾ നമ്മൾ കഞ്ഞിയുടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് നമ്മൾ നീതൂസിന് കഞ്ഞി കൊടുക്കാം. നീതൂസുണ്ട് ഒച്ചപ്പാടാക്കുന്നത്. വേഗം ഞങ്ങൾക്ക് കഞ്ഞി കൊടുക്കട്ടെ കേട്ടോ. എല്ലാം വിളമ്പിയിട്ട് അങ്ങനെ നമ്മൾ നീതൂസിന് മോര് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മോരും കൂട്ടി ഇതാ മാമ കണ്ട. ആൾക്ക് ഞാൻ വാരി കൊടുക്കുന്നൊന്നും വേണ്ട. ആളെന്നെ ഒറ്റക്ക് വാരി കഴിക്കും. വേണ്ട, നീതൂസന്നെ വാരി കഴിക്കണം. നീതൂസേ വേഗം മാമ കുച്ചോ, വേഗം മാമ കുച്ചോ. അങ്ങനെ ഞാനിത് നമ്മുടെ നീതൂസിന് കഞ്ഞിയൊക്കെ കൊടുക്കാൻ നോക്കുമ്പോൾ അന്നെ ഒരു തരത്തിൽ വിടുന്നില്ല. മോരും കഞ്ഞിയും എല്ലാം മറിച്ച് വീട്ടെത്തും നിലത്തുക. കണ്ടില്ലേ, മുഴുവൻ ഇവിടെ എല്ലാം പെരക്കി വെച്ചിട്ടാ ആള്. നീതു ഇതാണ് അവസ്ഥ. ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ നീതുട്ടീൻ്റെ മാമെല്ലാം കുച്ചി പയർ കഞ്ഞെല്ലാം കുച്ചി ഫുള്ള് കുളിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി ഒരുവിധം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അല്ലേ. കല്യാണിച്ചോട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.